പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാർച്ച് 12 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പരീക്ഷാ സമയങ്ങളിൽ കർത്താവെ അങ്ങ് അവിടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക്
ചിലർക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രയാസമുള്ളവരുണ്ട്, ചിലർക്ക് ഓർമ്മ കിട്ടത്തില്ല, ഓർത്തെടുത്ത് കമ്പ്യൂട്ടറിൽ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റാത്തവരുണ്ട്, തീരുമാനം എടുക്കാൻ താമസം എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കുടുംബത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടും പിന്നെ ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്നവർ ഭക്ഷണമില്ലായ്മ കൊണ്ടും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും അവന് ഉറക്കമില്ലാത്തത് കൊണ്ടും വയറൊക്കെ മോശമായിരുന്നതുകൊണ്ടും പല ആൾക്കാർക്കും പലതരം ശാരീരികമായ പല അവശതകളും ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളെയും ബാധിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരാശ്വാസമില്ലാതെ പരക്കം പാകുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്നെ യേശുനാമത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിൻ്റെ വഴികളിൽ നീ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ വഴികളിൽ നീ ഇന്ന് സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിലെ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും നിൻ്റെ ഓരോ ചിന്തകളും നിൻ്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമല്ലെങ്കിൽ നിനക്കെതിരാണെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധമ്മ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ ചില ആൾക്കാർ ദൈവമായിട്ട് ഒരു പ്രാവശ്യം ചോദിക്കും, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചില്ല പിന്നെ ആ വഴിക്ക് പിന്നെ അവർ വരത്തില്ല, പ്രാർത്ഥന വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഇവന്മാരോട് ഇങ്ങനെയുള്ള അണ്ണന്മാരോട് ദൈവം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുമില്ല. അതാണ് ഏറ്റവും വലിയ വരുന്ന വിഷയം. ഇപ്പം ചിലർക്ക് ദൈവം ചോദിക്കുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അത് മിക്കവാറും നശിപ്പിൻ്റെ വിത്തുകളായിരിക്കും, അത് വേറെ വിഷയം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ധൂർത്തപുത്രൻ്റെ ഒരു മൂത്ത ചേട്ടനില്ലേ, നമ്മൾ ധൂർത്തപുത്രൻ്റെ പുനർവായനയുണ്ടല്ലോ, അപ്പോൾ ധൂർത്തപുത്രൻ്റെ മൂത്ത ചേട്ടനില്ലേ, ചേട്ടായി അങ്ങേര് ഇവിടെ ഇവൻ തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ഡാൻസും പാട്ടും കേട്ടിട്ട് സങ്കടം വരും അല്ലേ. ഇവരെ കൊടുത്ത കാളക്കുട്ടിയൊക്കെ ഒന്ന് അപ്പൻ മകന് നല്ല ഉടുപ്പ് കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, മോതിരം കൊടുത്തു. അവിടെ എല്ലാവരും ഭയങ്കര നൃത്താഘോഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് തപ്പും കൊട്ടും പാട്ടുമൊക്കെ കേട്ട് ഈ മൂത്ത മകൻ വയലിൽ നിന്ന് വരികയില്ലേ, അപ്പോഴും അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വെച്ച് വരികയാണ്. ആ സീനൊക്കെ ഭയങ്കര ഐറോണിക്ക് ഭയങ്കര സീനാണത്. കാര്യം ഈ വീട് ചത്തുപോയിട്ട് കുറേ നാളായി, ഇത് മരിച്ച വീട് പോലെ കിടക്കുന്ന സംഭവം. അയാൾ ഓർത്തത് അയാൾക്ക് വഴിതെറ്റിപ്പോന്ന് അയാൾ വിചാരിച്ചത് ഈ മൂത്ത മകന്. കാര്യം ഇങ്ങനെ സംഭവിക്കത്തില്ല, നമ്മുടെ വീട്ടിലെ അങ്ങനെ സംഭവിക്കണെ കുറിച്ച് അയാൾ ചിന്തിക്കണില്ല. അത് ആ രണ്ടിൻ്റെ വീട്ടിൽ അടിയന്തരം നടക്കണമെന്നാണ് ചിന്തിച്ചത്. വന്ന് നോക്കി വാതിക്കൽ എത്തിയപ്പോഴല്ലേ നമ്മുടെ വീട്ടിലാണ് ഈ വേല പടയനും മുഴുവനും അയാൾക്ക്. അപ്പം അയാളൊരു വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, മറ്റേ വന്നേട്ടാ, ആള് വന്നിട്ടുണ്ട് കേട്ടാ. അയാൾ ആ ജീവനോടെ കിട്ടിയ അപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. കാളേക്കുന്ന് അടിയന്തരം നടത്തി കണ്ടിരിക്കണ പാട്ടും ഡാൻസ്. അവൻ അപ്പം തന്നെ ഇടിവെട്ടുകൊണ്ട പോലെ കനച്ച രൂപം പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പം അപ്പൻ പിരിമാറ്റി ജല്ലക്കിടക്കൂടെ നോക്കുമ്പോൾ കണ്ട് നിൽക്കണ ഒരു രൂപം കനച്ച് നിൽക്കുകയാണ്. അപ്പൻ്റെ ചങ്കന്ന് പിടച്ച് കാര്യം ഇവരെങ്ങനെ നാട് വിട്ടു പോയാൽ എന്ത് ചെയ്യും, ഇതുപോലെ പോയാൽ എന്ത് ചെയ്യും. അപ്പോഴേ അപ്പൻ്റെ ആക്രാന്തം കാണണം. പണ്ട് ഇവനോട് ആ ആക്രാന്തം കാണിച്ചിട്ട് ഇവൻ പോകത്തില്ലായിരുന്നു. ഇപ്പൊ അപ്പൻ എന്താ ചെയ്യണമെന്ന് നോക്കി. ലുക്ക 15:27 വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പനും എങ്ങനെ സന്തോഷായി. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്നു. അതേതാണ് സംഭവം. പിതാവിന്റെ ലക്ഷണം മാറി. ഈ പുറത്ത് വരുത്തിലും പിറക്കം പാച്ചിലൊക്കെ പുറത്ത് വന്നു. പിതാവ് ലക്ഷണം പറയണ്ടേ, പിതാവ് പുറത്ത് വന്നു. അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. അവനോട് പട്ടാങ്ങി പറയാൻ, സാന്ത്വനല്ല പട്ടാങ്ങിയാണ്. കാര്യം അവൻ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവും. അതാണ് അവൻ്റെ മൂല്യമുള്ളവനാണ് അവൻ. അവനോട് സാന്ത്വനങ്ങൾ പറയാൻ തുടങ്ങി. എന്താണ് പിതാവ് പറഞ്ഞതെന്ന് കേട്ടെ.
എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി എത്ര കാലമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. അവൻ ദാസ്യവേല ചെയ്യാന്ന് മകനെ പോലെ അവൻ ദാസനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. വചനം അവനെ ജോലി ചെയ്യുകയും ചെയ്യും, വചനം കേൾക്കുകയും ചെയ്യും. അതാണ് ഭയങ്കര ഒരു ഉടമ്പടി ജീവിതമാണ് അവൻ്റെ. ആ മൂത്ത മകൻ്റെ ജീവിതം ഉണ്ടല്ല, കറക്റ്റ് ഉടമ്പടി ജീവിതമാണ്. അവൻ വചനം കേൾക്കുകയും ചെയ്യും, ആ വചനം അനുസരിച്ച് വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ, എന്റെ കൂട്ടുകാരുടെ ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. ഇതേണ്ട സന്ധ്യക്ക് ഈ അപ്പൻ ഒരു മക്കളോട് രണ്ട് തരത്തിലാണ് പെരുമാറൊക്കെ തോന്നിപ്പോകും. കാര്യം ഇത് ആട്ടിൻകുട്ടിയെ പോലും ഇവിടെ കൊടുത്തില്ലല്ലോ. കാര്യം ആട്ടിൻകുട്ടിയുടെ കാര്യം പറയാതിരിക്കണം നല്ലത്. കാര്യം ഈ അപ്പൻ ആലയിൽ പോണത് അല്ലെങ്കിൽ ആടത്തിറ്റാൻ പോണ പരിപാടിയൊന്നും ഇല്ല. വയസ്സാക്കായിട്ട് വീട്ടിലിരിക്കണേ. അവനാണ് ഈ 100 ആടിനെയും കൊണ്ട് പോണത്. അതിൽ 10-15 ഒക്കെ ഓരോ ദിവസം പ്രസവിക്കും. അത് 5-6 കുട്ടികളൊക്കെ ഉണ്ടാകും, 10-40 കുട്ടികളുണ്ടാകും. ഇതിൻ്റെ കണക്കെല്ലാം കൃത്യമായിട്ട് വൃത്തിമനയമായിട്ട് ഈ അപ്പന് കൊടുക്കുന്നുണ്ട്. ഈ അപ്പൻ്റെ ഇടയ്ക്ക് 10 ആടിൻ്റെ കണക്ക് കുറച്ച് കൊടുത്താലും അപ്പന് ഇവനെ വിശ്വസിക്കും. പക്ഷെ അവൻ ഈ മൂത്തവൻ സത്യസന്ധനാ, വചനത്തിലും ജീവിതത്തിലും എല്ലാം സത്യസന്ധനാ. എന്നിട്ട് ഈ സത്യസന്ധനായിട്ടുള്ള സംഭവം എന്താണ് അത് പറയലേ? സത്യസന്ധനായിട്ട് ഇരുന്നിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഇവൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ചോദിച്ചിട്ട് ആട്ടും ഓടിച്ചു കളഞ്ഞവരെ അവൻ. പക്ഷെ എന്നിട്ടും അവൻ കയർത്തില്ല. അതാണ് മൂത്ത മകൻ എന്ന് പറയുന്നത്. മൂത്ത മകൻ ഒരു സംഭവമാണ് ശരിക്കും. ബൈബിളിൽ ഏറ്റവും ടോപ്പ് ആ മൂത്ത മകനാണ് ശരിക്കും. അവനെ കണ്ടില്ല, നീ നോക്കിയ ഇത്രയും പ്രസംഗം ഉണ്ടായി ദൈവത്തിന് മുമ്പ് നിൽക്കണം എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിക്കണത് ഈ മൂത്ത മകനും. പിന്നെ ലൂക്ക ഇതിന് 2 അധ്യായം കഴിയുമ്പോൾ 12-17-10 പറയുന്നൊരു ദാസനുമുണ്ട്. ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് തിരിച്ച് ഇതുപോലെ വയലിൽ നിന്ന് വന്നവനാണ്. ഈ വയലിൽ നിന്ന് വന്നവന്മാരൊക്കെ വില്ലന്മാരായിരിക്കും. ഈ മൂത്ത മകനും വയലിൽ നിന്ന് വരികയും ഇനി ലൂക്ക 17-10 ഒരാൾ വയലിൽ നിന്ന് വരും, ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് അവനും വരും. അപ്പോൾ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ എന്താ പറയണത്? നീ പോയി കുളിക്കുക, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക, വിളമ്പിത്തരിക, പിന്നെ നിനക്ക് കഴിക്കുക എന്നല്ല പറയുക. അത് എന്നിട്ട് അതെല്ലാം കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തതിന് ശേഷം പ്രയോജനരഹിതനായ ദാസൻ, ശരിക്കും പ്രയോജനരഹിതന ദാസൻ ആരാണ്? ഈ മൂത്ത മകനാ. അവനൊരു പ്രയോജനമില്ലാത്തവൻ. അവൻ പ്രയോജനമില്ല, അപ്പനെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു മനുഷ്യനായിട്ട് അവൻ ജീവിക്കുകയാണ്. എൻ്റെ ദൈവത്തിലെ യഥാർത്ഥ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തവനായിട്ട് നമുക്ക് തോന്നും. ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ല നമുക്ക് തോന്നാം. എന്നിട്ട് നമ്മൾ വിശ്വാസിച്ച് ജീവിക്കും. അതാണ് മൂത്ത മകൻ്റെ ജീവിതം. അപ്പം പറയേണ്ട വാക്കുണ്ട്. എന്താണ്? ഇങ്ങനെ ജീവിക്കുമ്പോൾ നീ ഓർക്കണം മകനെ, എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ദൈവം തന്നെ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.